السلام عليكم ورحمة الله وبركاته. الحمد لله وحده، الصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അറിവ് ഒരടിമയ്ക്ക് എത്രത്തോളം ഉണ്ടാകുന്നോ അത്രത്തോളമാണ് അവന് ഇബാദത്തിന്റെ പൂർണ്ണതയിലെത്താൻ കഴിയുക. അങ്ങനെ ഓരോ വിഷയവും ആ ഇബാദത്ത് പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ ആ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ കർമ്മങ്ങൾ നിർണയിച്ചു തന്നിട്ടുണ്ട്. ഈ കർമ്മങ്ങളുടെയും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളെയും, അതായത് നിർബന്ധമായതോ ഐച്ഛികമായതോ ആയ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. ദിക്റുല്ലാഹ്. അള്ളാഹുവിനെ നമ്മൾ ഓർക്കുന്നില്ല എങ്കിൽ നമ്മുടെ മേൽ പിശാച് വലിയ സ്വാധീനം ചെലുത്തുകയും അള്ളാഹുവിൽ നിന്ന് അകറ്റി അവന്റെ കെണിയിൽ കൊണ്ടുപോയി നാം ഓരോരുത്തരെയും ചാടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അതുപോലെ സമാധാനവും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും അതിനെ നേരിടാനുള്ള ക്ഷമയുമെല്ലാം വേണമെങ്കിൽ ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളായി നാം മാറണം. നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഖുർആൻ പാരായണം, അങ്ങനെ എന്തൊക്കെയുണ്ടോ ഇതെല്ലാം അള്ളാഹുവിന്റെ ദിക്റുകളാണ്, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെ നേട്ടങ്ങൾ. തീർച്ചയായും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര, ഒരുപക്ഷെ എല്ലാ നന്മകളുടെയും അടിസ്ഥാനം അള്ളാഹുവിന്റെ ദിക്ർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. ചില ഉലമാക്കൾ 70ഓളം, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാബിലുസ് സയ്യിബ് എന്ന ഗ്രന്ഥത്തിലെല്ലാം 70ഓളം നേട്ടങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തിയത് കാണാം, അതിലും കൂടുതലായിട്ടൊക്കെ. ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും വഅസ്കാഹാ ഇൻദ മലീകികും വഅർഫഅഹാ ഫീ ദറജാതികും. ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ ഒരു അമലിനെ പറ്റിയിട്ട്, അമലിൽ ഏറ്റവും ഖൈറായതിനെ പറ്റിയിട്ട്, അതുപോലെ നിങ്ങളുടെ മലീക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ, നിങ്ങളുടെ ദറജകൾ ഉയർത്തുന്ന, വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വറഖ്, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമായ, വഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും ഫതദ്രിബു അനാഖഹും വയദ്രിബു അനാഖഹും, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ കാണുകയും നിങ്ങൾ അവരുടെ പിരടികൾ വെട്ടുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ വെട്ടുക, അതായത് യുദ്ധത്തിൽ ഷഹീദായാലും അല്ലെങ്കിൽ വിജയിച്ചാലും അതിനേക്കാൾ ഒക്കെ ഖൈറായിട്ടുള്ള ഒരു അമലിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, ബല, അതെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്ന്. അതായത് ദിക്ർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചുണ്ടുകൊണ്ട് ചെല്ലുന്ന എന്തോ ഒരു കാര്യം എന്ന് മാത്രം, അല്ലെങ്കിൽ കുറെ ആളുകൾ ഒരുമിച്ച് കൂട്ടി പിന്നെ നമ്മുടെ നാടുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത രീതിയിൽ, സഹാബാക്കളൊന്നും ചെയ്യാത്ത രീതിയിൽ വട്ടം കൂടി നിന്ന് പ്രത്യേകമായി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളല്ല എന്തിന്റെ ഉദ്ദേശം, ദിക്ർ കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം. അത് അള്ളാഹുവിനെ ഓർക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുമ്പോൾ ആയിഷ ബിബി എല്ലാം പറയുന്നുണ്ട്, ഏത് സമയത്തും അള്ളാഹുവിനെ ഓർക്കുമായിരുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു
ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തുൻ അജ്റൻ അളീമ, അതായത് സ്വർഗമാണെന്ന് ഉലമാക്കൾ സ്വർഗവും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദിക്റുള്ള നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, പ്രത്യേകിച്ച് നമ്മുടെ ഖൽബിന്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മുടെ ഖൽബിന് സമാധാനം കണ്ടെത്തണമെങ്കിൽ അത് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടേ സാധിക്കുള്ളൂ. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മത്സ്യത്തിന് വെള്ളം എങ്ങനെയാണോ അതുപോലെയാണ് ഖൽബിന് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ. മത്സ്യത്തിനെ വെള്ളത്തിൽ നിന്ന് എടുത്ത് എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ. നാം ഇന്ന് സംസാരിക്കുന്നത് ഫവായിദു ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെ നേട്ടങ്ങളാണ്. ഇമാം അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കവിത, ഒരു ബൈത്ത്, കുറച്ച് ചില വരികൾ, ഫവായിദു ദിക്രില്ലാഹ് എന്ന വിഷയത്തിലുള്ള ചില വരികൾ, അതാണ് നാം ഇന്ന് വായിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ഫായിദകൾ, ഏകദേശം ഇതിൽ നിന്നൊരു 12 എണ്ണം എണ്ണി തിട്ടപ്പെടുത്തി എടുക്കാൻ സാധിക്കും. വേറെയും ഒരുപാടുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹം ആ ഹദീസുകളെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ്. നമുക്ക് ആദ്യം ആ കവിത ഒന്ന് വായിക്കാം. വകുൻ ദാകിറൻ ഫീ കുല്ലി ഹാലത്തിൻ ഫലൈസ ലിദിക്രില്ലാഹി വഖ്തുൻ മുഖയ്യദു فذكر إله العرش سرا ومعلنا يزيل الشقاء والهم عنك ويطرد ويجلب للخيرات دنيا وآجلا وإن يأتك الوسواس يوما يشدد فقد أخبر المختار يوما لصحبه بأن كثير الذكر في السبق مفرد ووصى معاذا يستعين إلهه على ذكره والشكر بالحسن يعبد وأوصى لشخص قد أتى لنصيحة وقد كان في حمل الشرائع يجهد بأن لا يزال رطبا لسانك هذه تعين على كل الأمور وتسعد وأخبر أن الذكر غرس لأهله بجنات عدن والمساكن تمهد وأخبر أن الله يذكر عبده ومعه على كل الأمور يسدد وأخبر أن الذكر يبقى بجنة وينقطع التكليف حين يخلد ولو لم يكن في ذكره غير أنه طريق إلى حب الإله ومرشد وينهى الفتى عن غيبة ونميمة وعن كل قول للديانة مفسد لكان لنا حظ عظيم ورغبة بكثرة ذكر الله نعم الموحد ولكننا من جهلنا قل ذكرنا كما قل منا للإله التعبد. വളരെ മനോഹരമായ കവിത. നമുക്ക് ഓരോന്നും ഓരോ ബൈത്തും വെച്ചിട്ട് വായിക്കാം. ആദ്യത്തെ 2 ബൈത്തുകൾ, വകുൻ ദാകിറൻ ലില്ലാഹി ഫീ കുല്ലി ഹാലത്തിൻ, വകുൻ ദാകിറൻ ലില്ലാഹ് ഫീ കുല്ലി ഹാലത്തിൻ, നീ അള്ളാഹുവിനെ ഓർക്കുന്നവനാവുക ഏത് സമയത്തും ഏത് അവസ്ഥയിലാണെങ്കിലും. ഫലൈസ ലിദിക്രില്ലാഹി വഖ്തുൻ മുഖയ്യദു, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നതിന് കൃത്യമായി നിർണയിക്കപ്പെട്ട ഈ സമയത്ത് മാത്രമേ ചെയ്യാൻ പാടൂ എന്നുള്ള പ്രത്യേക ഒരു സമയമൊന്നുമില്ല. ഫദിക്റു ഇലാഹിൽ അർശി സിർറൻ വമുഅലന, അർശിന്റെ ഇലാഹായ അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും നീ ദിക്ർ ചെയ്യുക. യുസീലു ശഖാ വൽ ഹമ്മ അൻക വയത്റുദു, നിന്റെ വിഷമങ്ങളും നിന്റെ ചിന്തകളും ചിന്താകുലതകളുമെല്ലാം അത് അകറ്റി നിർത്തും, അത് ഒഴിവാക്കി തരും എന്നുള്ളത് മനോഹരമായ വരികൾ. നമ്മൾ പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതില് ഷെയ്ഖ് തുടങ്ങിയത് തന്നെ ഏത് സമയത്തും നീ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുവാനാവുക എന്നുള്ളതാണ്. അത് അവന്റെ അവസ്ഥ, അവൻ ഇരിക്കുന്നവനാവട്ടെ, നിൽക്കുന്നവനാവട്ടെ, കിടക്കുന്നവനാവട്ടെ, ഏത് സമയത്തും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവനാവുക. ഒരു പ്രത്യേക സമയം അതിനെ നീ നിർണയിക്കേണ്ട, എല്ലാ സമയത്തും നിനക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാം. അള്ളാഹു തആല പറഞ്ഞു, അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങൾ, അവർ നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവനായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, അതേ സമയത്ത് പ്രത്യേക സമയങ്ങൾ നിർണയിക്കപ്പെട്ട ദിക്റുകളുണ്ട്. അതായത് ഉദാഹരണത്തിന് രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാറുകൾ, രാവിലെ സുബഹിക്ക് ശേഷവും വൈകുന്നേരം അസറിന് ശേഷവുമുള്ള അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ ഒഴിവാക്കാതെ ശീലമാക്കേണ്ട അദ്കാറുകളാണ്.
പരിചയമില്ലാതെ യുദ്ധത്തിനിറങ്ങുന്നവനെ പോലെയാണ് അദ്കാറുകൾ ചെല്ലാതെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നവനെന്നാണ്. ഈ രാവിലെയും വൈകുന്നേരം നമുക്ക് പ്രത്യേക സംരക്ഷണം പിശാചിൽ നിന്ന് ഈ അദ്കാറുകൾ കൊണ്ട് ലഭിക്കും. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് കാണാം, കാന നബിയു യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി, എല്ലാ നിമിഷത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുമായിരുന്നു, ഓർക്കുമായിരുന്നു എന്നുള്ളത്. നാം അതുപോലെ ആയിരിക്കണം. നമുക്ക് നമ്മുടെ കുടുംബത്തിലാവാം, നമ്മുടെ ഭാര്യമാരുടെ അടുത്താവാം, നമ്മുടെ ജോലി സ്ഥലത്താവാം, എന്ത് തിരക്കിലാവട്ടെ, നമ്മുടെ ഖൽബിനകത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും എപ്പോഴും നാം കൊണ്ടു നടക്കണം. എപ്പോഴും നമുക്കുണ്ടായിരിക്കണം അള്ളാഹുവിനെ കുറിച്ച്. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു അവസ്ഥ എന്നുള്ളത്. അതിന്റെ ഗുണം എന്താണ് ഷെയ്ഖ് പറഞ്ഞത്? യുസീലു ശഖാ വൽ ഹമ്മ അൻക വയത്റുദു. ഒന്നാമത്തെ ഫായിദ, ഇതിൽ നിന്ന് ലഭിക്കുന്ന അള്ളാഹുവിന്റെ ദിക്റിനെ കുറിച്ചുള്ള ഒന്നാമത്തെ ഫായിദ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളും വ്യാകുലതകളും ചിന്തകളും എല്ലാം, അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളെല്ലാം അകറ്റി നിർത്തപ്പെടും. വല്ലാഹി അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്ർ കൊണ്ടല്ലാതെ നമ്മുടെ ഖൽബിൽ എത്രയോ ആളുകൾ മാനസികമായ സംഘർഷങ്ങൾ കാരണം ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ ആളുകളെ സഹോദരങ്ങളെ, ശരീരത്തിന് വരുന്ന എന്തെങ്കിലും വേദനയേക്കാൾ ബുദ്ധിമുട്ടുകളേക്കാൾ ഗൗരവമാണത്. ഒരു കാല് മുറിഞ്ഞത് പോയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യണമെന്ന് അധികം ആൾക്കാരൊന്നും ചിന്തിക്കൂല. പക്ഷേ മനസ്സിനെ തട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ മരിച്ചാലും വേണ്ടില്ല എന്നവന് തോന്നുക. എത്ര ആളുകൾ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് ഖൽബിന് സമാധാനം കണ്ടെത്തണമെങ്കിൽ നാം പറഞ്ഞതുപോലെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾക്ക് സമാധാനമാണോ വേണ്ടത്, നിങ്ങൾക്ക് ശാന്തിയാണോ വേണ്ടത്, നിങ്ങൾ അള്ളാഹിന്റെ ദിക്റിലേക്ക് മടങ്ങി വരണം. അല്ലാതെ നിങ്ങൾക്ക് എന്തിന്റെയൊക്കെ പിന്നാലെ ഒരുപാട് പണം ഉണ്ടെങ്കിൽ, ചില ആളുകൾ വീടുണ്ടാവില്ല, അവർ നോക്കുന്നത് വീടുള്ള ആളുകളായിരിക്കും. അപ്പൊ അവിടുത്തെ വീടൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുക ആ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര സമാധാനത്തിലും ഭയങ്കര സന്തോഷത്തിലാണെന്ന് അവർ മനസ്സിൽ വിചാരിക്കുക. കാരണം അത് കാണുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നുക. പക്ഷെ ഖൽബിൽ അവരനുഭവിക്കുന്ന എത്ര പണക്കാർ, എത്ര സമ്പന്നർ ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ കാണുന്നു. പണം കൊണ്ട് സമാധാനം കിട്ടുമെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടോ? എത്രയോ ആളുകൾ ഉറങ്ങാൻ സ്വയം പറ്റാതെ ഉറക്കഗുളി കൊണ്ട് മാത്രം ഉറങ്ങുന്ന എത്രയോ സമ്പന്നരെ നമുക്കൊക്കെ നേരിട്ട് ജീവിതത്തിൽ അനുഭവമുണ്ട് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഏതെങ്കിലും തരത്തില് അസ്വസ്ഥമാവുമ്പോ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് മടങ്ങുക. ഒരുപാട് ദുആകൾ, ഒരുപാട് അദ്കാറുകൾ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതൊക്കെ ഖൽബിന് സമാധാനം തരുന്ന ദിക്റുകളാണ്. അതുപോലെ അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ, ഇതുപോലുള്ള ഒരുപാട് ദിക്റുകൾ. ഇത് നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ വലിയ ഉപകാരം. അതുപോലെ തന്നെ മഹത്തരായ മറ്റൊരു ദുആയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. അള്ളാഹിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിന്റെ അസ്മാകൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ആ ഇസ്മുകൾ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും മനോവിഷമം ഉണ്ടാകുമ്പോഴത്തേക്ക് ചെല്ലുക, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ ഫായിദയായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഈ ബൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാമത്തെ ഫായിദ, നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുഃഖങ്ങളും മാറ്റാൻ അള്ളാഹുവിന്റെ ദിക്റിനെ കൊണ്ട് സാധിക്കും. ദിക്റിന്റെ നേട്ടങ്ങൾ ഒന്നാമത്തേത് നമ്മുടെ ദുഃഖങ്ങളും ചിന്താകുലതകളും മാറ്റാനുള്ളതാണ്. അടുത്ത ബൈത്തിൽ അത് ശൈഖ് പറഞ്ഞു, വയജ്ലുബു ലിൽ ഖൈറാത്തി ദുന്യൻ വആജില വഇയതികൽ വസ്വാസു യൗമ യുശദ്ദിദു. വയജ്ലുബുൽ ഖൈറാത്ത് ദുന്യൻ വആജില, ദുനിയാവിലെയും പരലോകത്തിലെയും നന്മകളെ ആ ദിക്റുള്ള കൊണ്ടുവന്നു തരും. അത് നമ്മളിലേക്ക് കൊണ്ടുവരും, ദുനിയാവിലെയും പരലോകത്തിലെയും നന്മകൾ. അതുപോലെ തന്നെ വഇയതികൽ വസ്വാസു യൗമ യുശദ്ദിദു, നിനക്ക് വസ്വാസുകൾ, പിശാചിന്റെ വസ്വാസുകൾ വരുമ്പോ, അതുകൊണ്ടുണ്ടാവുന്ന ദോഷം വരുമ്പോ അതിന് നമുക്ക് രക്ഷ നേടിത്തരും. പിശാചിനെ നമ്മളിൽ നിന്ന് അകറ്റുമെന്നുള്ളത്. അതിൽ ഒന്നാമത്തെ വിഷയം പറഞ്ഞത് എന്താണ്? യജ്ലുബുൽ ഖൈറാത്ത്, നന്മകൾ കൊണ്ടുവന്നു. സഹോദരങ്ങൾ, നാം പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ ഖൽബിനെ ആരാണോ സൃഷ്ടിച്ചത്, ആ സൃഷ്ടാവിന്റെ ചിന്ത കൊണ്ടല്ല നമ്മുടെ ഖൽബ് സമാധാനം അടിയില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ നന്മകൾ വരണമോ അത് അള്ളാഹുവിന്റെ ഇറാദത്തും മശീയത്തും കൊണ്ടല്ലാതെ നമുക്ക് ലഭിക്കില്ല.
അള്ളാഹു തആല തീരുമാനിച്ചാലല്ലാതെ നമുക്കൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്ർ എന്നുള്ളത് നമുക്ക് ഒരുപാട് നന്മകൾ ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ നമുക്ക് കൊണ്ടുവന്നു തരും. രണ്ടാമത്തേത് പിശാചിനെ അകറ്റി നിർത്താൻ അള്ളാഹുവിന്റെ ദിക്ർ. അപ്പൊ 2 ഫായിദകളാണ് ഈ ബൈത്തിൽ നിന്ന് കിട്ടിയത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ ദുഃഖവും വിഷമവും മാറ്റും എന്നുള്ളത്. രണ്ടാമത്തെ നമുക്ക് നന്മകൾ കൊണ്ടുവന്നു തരും എന്നുള്ളത്. മൂന്നാമത്തേത് ശൈത്വാനെ അകറ്റും എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമൻ യഗ്ശു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറുന്ന ഒരുത്തൻ, അതിൽ നിന്ന് അകലുന്ന ഒരുത്തൻ അള്ളാഹു തആല ഒരു ഖരീനെ ഒപ്പിച്ചു കൊടുക്കും. ശൈത്വാൻ എന്നുള്ള ആ ഖരീൻ അവന്റെ ഒപ്പം ഉണ്ടാവും. അവൻ പിന്നെ അവനെ പഴപ്പിച്ചുകൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, വലിയ വിഷയമാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ തിന്മകളിൽ മുഴുകുമ്പോ നമുക്ക് എത്ര ശ്രമിച്ചാലും നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ. എത്ര നമ്മൾ ഒരുപാട് ശ്രമിക്കും, പക്ഷെ നമുക്ക് പറ്റില്ല. അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റിന്റെ കുറവ് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന തിന്മ, നമുക്കൊരു തിന്മ ചെയ്യാൻ എല്ലാവിധ അവസരങ്ങളും ഒരുങ്ങി ആ തിന്മ ചെയ്യാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുകൊണ്ടേ സാധിക്കുള്ളൂ എന്നറിയോ? ആരെയാണ് നാം ധിക്കരിക്കുന്നത് എന്ന് ഓർക്കുക. നാം ധിക്കരിക്കുന്നതിന്റെ ആരെയാണ് ധിക്കരിക്കുന്നതിലെ മഹത്വം, അള്ളാഹിന്റെ അസ്മാവുകളും സിഫത്തുകളും ആലോചിച്ച് അള്ളാഹുവിനെ ചിന്തിച്ച് ആ അള്ളാഹുവിന്റെ ഗാംഭീര്യം ഹൃദയത്തിൽ ഉറക്കുമ്പോ ആ പാപം ചെയ്യാനുണ്ടാകുന്ന നമ്മുടെ ആ കഴിവിനെ അതിനേക്കാൾ വലുതായിരിക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ. അത് തടയും, അത് നമ്മളെ ദീക്ഷിക്കും. അതുപോലെ തന്നെ യഹ്യാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലുകളോട് 5 കാര്യങ്ങൾ കൽപ്പിക്കാൻ തുടങ്ങും. 5 കാര്യങ്ങൾ. അതിലൊരു കാര്യമായിട്ട് പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വആമുറുക്കും അൻ തദ്കുറുല്ലാഹ ഫഇന്ന മസല ദാലിക്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ കമസലി റജുലിൻ ഖറജൽ അദുവ്വു ഫീ അസരിഹി സിറാഅൻ. ഒരു വ്യക്തിയെ അവന്റെ ശത്രു ആക്രമിക്കാനായിട്ട് പിന്നാലെ കൂടി അവനെ ആക്രമിക്കാൻ വേണ്ടി പിന്നാലെ വരികയാണ്. അവനെ പിടിക്കാനായിട്ട് എടുത്തെത്തി. ആ സമയത്ത് ഹത്താ ഇദാ അതാ അലാ ഹിസ്നിൻ ഹസീനിൻ ഫഅഹ്റസ നഫ്സഹു മിൻഹും. അങ്ങനെ ഒരു തന്നെ സംരക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു കോട്ടക്കകത്ത് അവൻ കയറി. അവന്റെ സ്വന്തത്തെ അവൻ സംരക്ഷിച്ചു. ഒരാള് ശത്രു ആക്രമിക്കാൻ വന്ന് അവൻ ഓടി വേഗം ഒരു കോട്ടറകത്ത് കയറി രക്ഷപ്പെട്ടു, ഉള്ളിൽ കയറി. ആ സമയത്ത് അപ്പൊ രക്ഷപ്പെട്ടു. അതുപോലെയാണ് കദാലിക്കൽ അബ്ദു ലാ യഹ്രിസു നഫ്സഹു മിനശ് ശൈത്താൻ ഇല്ലാ ബിദിക്രില്ലാഹ്. അതുപോലെ ഒരടിമ ശൈത്വാനിൽ നിന്ന് അവനെ സംരക്ഷിക്കില്ല ഇല്ലാ ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടല്ലാതെ. നമ്മുടെ ശത്രു സഹോദരങ്ങളെ, ഒരു കാരുണ്യവും നമ്മളോട് ചെയ്യാത്ത ശത്രുവാണ് ശൈത്താൻ. നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ ഒരു ലെവലേശം കാരുണ്യം ആ ശൈത്താൻ ഉണ്ടാവൂല. ചിലപ്പോ പാപം ചെയ്യുന്ന ഒരാൾക്ക് തോന്നുന്ന കാര്യം എന്താ അറിയോ? പാപം ചെയ്യുന്ന ഒരാൾക്ക് അയാൾ വിചാരിക്കുക ഞാനിപ്പോ ഇത് കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെ തന്നെയാവും. ഒരാൾ പാപം ചെയ്യാണ്, അപ്പൊ അയാൾ കുറെ ചെയ്തിട്ട് പാപങ്ങൾ കാരണം അയാൾ വിചാരിക്കുന്ന ഒരു അവസ്ഥ എന്താ വെച്ചാൽ എല്ലാരും ഇപ്പൊ ഇങ്ങനെ തന്നെയാണ്, അപ്പൊ ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് മാറി. ശൈത്താൻ ചിലപ്പോ തോന്നും എല്ലാരും ഇങ്ങനെ തന്നെയാണ് പാപം ചെയ്തു, ശൈത്താൻ തോന്നിപ്പിക്കും. ഒരു സംഭവം പറയും ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് സയ്യിദുൽ ഖാത്തിർ എന്നുള്ള കിതാബിൽ സ്വന്തം ശഹവത്തിന് അടിമപ്പെട്ട ഒരുത്തന്റെ ഉപമ പറയും. അവന്റെ മനസ്സ് മാറുന്നതിന്റെ, അവൻ നന്നാവാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവൻ മാറുന്ന ഒരു അവസ്ഥക്ക് ഉപമ പറയുന്നുണ്ട്. അതൊരു കഥയായിട്ട് പറയാണ്. അദ്ദേഹം പറയാണ്, ഒരിക്കല് നായ സിംഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കാട്ടിലെ രാജാവാണല്ലോ സിംഹം. സിംഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കൽബ് അറബിയാണ്, എന്റെ പേര് വളരെ മോശം പേരാണ്, നായ എന്നുള്ളത് ഒരു വിലയില്ലാത്ത പേരാണ്, അതുകൊണ്ട് എന്റെ പേര് മാറ്റണം, എനിക്ക് നല്ലൊരു പേര് വേണം. അപ്പൊ സിംഹം പറയും, നിനക്ക് അതാണ് യോജിച്ചത്, നീ ആളുകളുടെ അവശിഷ്ടങ്ങളും വേസ്റ്റും ഒക്കെ തിന്നടക്കുന്ന ജീവിയാണ്, നിനക്ക് അത്ര തരണ്ടാകുന്ന പേരാണ് യോജിച്ചത് എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് എന്റെ പേര് മാറ്റണം എന്ന് പറയും. അപ്പൊ സിംഹം പറയും, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ മുമ്പിൽ ഒരു ഇറച്ചി കഷ്ണം വെക്കാം, നീ രാത്രി അത് കഴിക്കരുത്, എന്നിട്ട് നാളെ നമുക്ക് വന്നിട്ട് തീരുമാനിക്കാം അവർ. അങ്ങനെ ഇറച്ചി കഷ്ണം വെച്ചിട്ട് സിംഹം പോവും. അപ്പോ നായ ഇറച്ചി കഷ്ണത്തിലേക്ക് കുറെ നോക്കും. സിംഹം എന്തുകൊണ്ടാണ് കാട്ടിലെ രാജാവായത്? സിംഹം ഈ വേറൊരാൾ വേട്ടയാടിയതോ ചത്തതോ തിന്നാൻ നിൽക്കൂല, സ്വയം വേട്ടയാടി തിന്നുന്ന നല്ല അന്തസ്സുള്ള ജീവിയാണ്. അതുകൊണ്ടാണ് കാട്ടിലെ രാജാവും സിംഹത്തിനെ പറയുന്നത്, വേറൊരാളുടെ വേസ്റ്റും തിന്നാൻ നിൽക്കൂല. അപ്പൊ അത് വെച്ചിട്ട് നായ കുറെ നേരം നോക്കി നിന്നിട്ട് നായ്ക്ക് വിശക്കാൻ തുടങ്ങി, നായയുടെ ശഹവത്ത് വർദ്ധിക്കാൻ തുടങ്ങി ഇറച്ചി കഷ്ണം കണ്ടിട്ട്. നായ സ്വയം പറഞ്ഞു, എന്റെ പേരിന്റെ ഇപ്പൊ എന്താ കുഴപ്പം, നായ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ട് നായ എന്ത് ചെയ്തു, പേര് തന്നെ മതി, അത് കഴിച്ചു. അതുപോലെയാണ്
ഒരുത്തന് പാപം അവന്റെ ഷഹവത്ത് അവൻ നിയന്ത്രിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനോട് അടിമപ്പെട്ട് അവന്റെ ഷഹവത്ത് നിയന്ത്രിക്കാൻ പറ്റാതെ ഓൻ എന്താ ചെയ്യാ? കുഴപ്പമില്ല, എല്ലാവരും എന്താ ഇസ്തിഗ്ഫാർ തൗബ ചെയ്താൽ മതി, ഓഹ അത് ചെയ്യും. സ്വന്തം ഷഹവത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത തോന്നുമ്പോ അതുപോലെയാണ് വില കുറയുന്ന നായക്ക് ഒരു എന്താ പറയാ ഉലമാക്കൾ കുൻ അസദ്, നീ സിംഹത്തെ പോലെയാവണം, സിംഹത്തെ പോലെയാവണം. തന്റെ ഷഹവത്തുകളെ സിംഹത്തിന് വിശന്നാലും അത് വേട്ടയാടി പിടിക്കാനുള്ള ധൈര്യം തന്റെ അവിടെ നിൽക്കും. അത് വേസ്റ്റ് തിന്നാൻ നിൽക്കൂല. അതാണ് വ്യത്യാസം. ഞാൻ ഇത് ഉപമ പറയാൻ കാരണം ആ ശൈത്വാൻ നമ്മളെ തെറ്റിക്കുന്ന അവസ്ഥ പറഞ്ഞതാണ്. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി അത് കുഴപ്പമില്ല നമ്മളോട് തോന്നിക്കും. അതിന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ട്, അള്ളാഹുവിനെ ദിക്റ് ചെയ്യുന്നവന് ധൈര്യമുണ്ടായിരിക്കും, തന്റെ ഇടമുണ്ടായിരിക്കും എന്ത് കാര്യം നിയന്ത്രിക്കാനും. ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ, ആണത്വമുള്ളവൻ എന്ന് പറഞ്ഞാൽ എല്ലാവിധ അവസരവും തിന്മക്കൊരുങ്ങിയിട്ടും തന്റെ നഫ്സിനെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നവനാണ്. അങ്ങനെ ആവാൻ നമുക്ക് പറ്റണം. അള്ളാഹുവിന്റെ ദിക്റിന്റെ ശക്തി കൊണ്ടേ നമുക്ക് പറ്റുകയുള്ളൂ. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒഴിവായി കിട്ടും. രണ്ടാമത്തേത് നന്മകൾ കൊണ്ടുവന്നു തരും. മൂന്നാമത്തേത് ശൈത്താനിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും. അടുത്ത ബൈത്തിൽ ഷേഖ് പറയുന്നു, فقد أخبر المختار يوما لصحبه بأن كثير الذكر في السبق مفرد. فقد أخبر المختار يوما لصحبه. അതായത് മുഖ്താർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തെരഞ്ഞെടുക്കപ്പെട്ടവെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളെ അറിയിച്ചു, ബിഅന്ന കസീറ الذكر في السبق مفرد. മുൻകടന്നുപോയ പിന്നെ ഏകാന്തമായ അവസ്ഥയിലുള്ള ആളുകൾ, മുഫരിദൂൻ എന്ന് പറഞ്ഞാൽ ഏകാന്തമായിട്ടുള്ള അവസ്ഥയിൽ, അതായത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് വളരെ ആസ്വദിക്കുന്ന ആളുകൾ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, ഭാഷാർത്ഥം. അള്ളാഹുവിനെ കുറിച്ച് ധാരാളം ഓൽക്കുന്ന ആളുകൾ മുൻകടന്നുപോയി എന്ന് പറഞ്ഞു. ആ ഹദീസ് അതൊരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖൽ മുഫരിദൂൻ, മുഫരിദീങ്ങൾ മുന്നിട്ട് പോയി. മുഫരിദീങ്ങൾ പറഞ്ഞാല് ശരിക്കും ഭാഷാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് തന്റെ ഏകാന്തമായ അവസ്ഥയിൽ ആസ്വാദനം കണ്ടെത്തുന്ന ആളുകൾ. അങ്ങനെയൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം, അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോ സഹാബാക്കൾ സബഖൽ മുഫരിദൂൻ, അപ്പൊ ആരാ മുഫരിദുകൾ മനസ്സിലായില്ല, ആരാണ് ഉദ്ദേശിച്ചത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അമൽ മുഫരിദൂൻ, ആരാ റസൂലുള്ള, മുഫരിദീങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദാകിറൂന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണ് മുഫരിദീങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോ നാലാമത്തെ ഫായിദ ഈ ബൈത്തിൽ നിന്ന് ലഭിക്കുന്നത് അന്നഹും സാബിഖൂൻ, മുൻകടക്കുന്നവർ. മുൻകടക്കുന്നവർ ഏതൊരു പരലോകത്തിന്റെ അമാലുകൊണ്ട് ആരാണോ പ്രവർത്തിക്കുന്നത് അവർ നാളെ സ്വർഗത്തിലേക്ക് മുൻകടന്നവരാണ്. അവരെല്ലാം മുൻകടന്നവരാണ്. അതിൽ ഏറ്റവും നന്നായി മുൻകടക്കുന്ന ആളുകളാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നത്. ചില ആളുകൾ ഉണ്ടാവും അവരുടെ ഇബാദത്തുകൾ അവർക്ക് ആദത്തായി മാറിയിട്ടുണ്ടാവും. എന്നാൽ ചില ആളുകൾ ഉണ്ടാകും അവരുടെ ആദത്തുകൾ വരെ അവർക്ക് ഇബാദത്തുകളായിരിക്കും. അതായത് ആദത്ത് എന്ന് പറഞ്ഞാൽ ഹാബിറ്റ്സ്, നമ്മുടെ ശീലങ്ങൾ, സ്ഥിരമായിട്ടുള്ള ശീലങ്ങൾ. ചില ആളുകൾക്ക് അവരുടെ ഇബാദത്തുകൾ, അവരുടെ നമസ്കാരമാവട്ടെ, റമദാനിലെ നോമ്പാവട്ടെ, ഓരോ കാര്യങ്ങൾ അവർക്ക് എന്തായിട്ടുണ്ടാവും, അവരെ ആദത്തായി ഉണ്ടാവും. ഒരു ശീലം, ചെറുപ്പം മുതലേ അങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെ ഇതായിട്ടുണ്ട്, പ്രത്യേകിച്ച് ചിന്തകളോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ചില കൂട്ടർ അവരുടെ നിയ്യത്ത് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അത്രയും ശക്തമായതുകൊണ്ട് തന്നെ അവരുടെ ആദത്തുകൾ അവർ സ്ഥിരമായി ചെയ്ത കാര്യങ്ങളായിരിക്കും. വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കുട്ടീനെ ഒന്ന് കളിപ്പിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയൊക്കെ ഒരു പിടി വാരി കൊടുക്കുകയായിരിക്കും, ഭാര്യയുടെ മുഖത്ത് പുഞ്ചിരിക്കുകയായും ഉമ്മാക്ക് എന്തെങ്കിലും നന്മ ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ ശീലങ്ങളായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ, വസ്ത്രം ധരിക്കലാവും. അതിലൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട്, അള്ളാഹുവിന്റെ ദിക്ർ ഏത് നിമിഷവും നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്കാറുകൾ, നിത്യജീവിതത്തെ അദ്കാറുകൾ പരിശോധിച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോ, ടോയ്ലറ്റ് കയറുമ്പോ, പുറത്തിറങ്ങുമ്പോ, വുളു എടുക്കുമ്പോ, നമസ്കരിക്കുമ്പോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ, പിന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, വസ്ത്രം ധരിക്കുമ്പോ, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ, സഹോദരനെ കാണുമ്പോ സലാം പറയല്, അതുപോലെ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എല്ലാത്തിനും അള്ളാഹിനെ കുറിച്ച് ദിക്റുണ്ട്. അതൊക്കെ എന്താ? അള്ളാഹിനെ കുറിച്ച് ദിക്ർ നമ്മളിന്ന് വിട്ടുപോയിരിക്കാനാണ്. വിട്ടുപോയ ശൈത്താൻ നമ്മളെ മേലെ നിയന്ത്രണം പിടിക്കും. നാം കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ ആട്ടിടയനോട് ആടുകൾ എപ്പോഴും സുരക്ഷിതമായിരിക്കുന്ന എപ്പോഴാ? ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന സമയത്തായിരിക്കും. അത് അകലുന്നുവോ അതിനെ പിടിക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ പിടിക്കാൻ പറ്റും.
അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഏത് പ്രവർത്തനവും മുന്നിടാൻ പറ്റും. അപ്പോൾ ഈ ദിക്റുള്ള നമ്മളെ നാളെ സ്വർഗത്തിലേക്ക് ഏറ്റവും അധികം മുന്നിടിക്കുന്ന ഒരു കർമ്മമാണ്. അള്ളാഹിനെ കുറിച്ച് ദിക്ർ കൊണ്ടുള്ള 4ാമത്തെ നേട്ടമാണത്. അടുത്ത ബൈത്തിൽ പറഞ്ഞു, വവസ്സാ മുആദൻ യസ്തഈനു ഇലാഹഹു അലാ ദിക്രിഹി വശുക്രി ബിൽ ഹുസ്നി യഅ്ബുദു. വവസ്സാ മുആദൻ, ഒരിക്കൽ മുആദ് റളിയല്ലാഹു ഉപദേശിച്ചു, യസ്തഈനു ഇലാഹു, അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ. എന്തിനൊക്കെ മേലെ? അലാ ദിക്രിഹി വശുക്രി ബിഹുസ്നി യഅ്ബുദു, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ, അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ. ഈ സംഭവം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ദഅവത്ത് വേണ്ടി പറഞ്ഞയക്കാം, അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി യമനിലേക്ക് പറഞ്ഞയക്കാം. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് കയറി പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ നടക്കുകയാണ്. അതിന്റെ ഒപ്പം യാത്ര അയക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ നടന്നു വരികയാണ്. റസൂലുള്ളാഹി ഒപ്പം നടക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവോട് പറയാണ്, യാ മുആദ്, ഏ മുആദ്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അല്ലാഹുവാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അല്ലാഹുവാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഊസീക യാ മുആദ് لا تدعن في دبر كل صلاة تقول اللهم أعني على ذكرك وشكرك وحسن عبادتك. മുആദേ, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്, ഓരോ നിർബന്ധമായ നമസ്കാരത്തിന് ശേഷവും നീ ഒഴിവാക്കരുത്, അല്ലെങ്കിൽ നമസ്കാരത്തിന് ശേഷം നീ ഒഴിവാക്കരുത്, നീ പറയണം അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്ത്. അല്ലാഹുവേ, നീ എന്നെ സഹായിക്കണം നിന്നെ ദിക്ർ ചെയ്യാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, നിന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ. ഇതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതിൽ ഒന്നാമതായി ദിക്റുള്ള പറഞ്ഞു എന്നുള്ളത് അതിന്റെ പ്രാധാന്യത്തെ നമുക്ക് പഠിപ്പിച്ചു തരാണ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഇഷ്ടപ്പെടുന്ന, പ്രത്യേകം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് മുആദ് ഇബ്നു ജബലിനെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യൽ നിലനിർത്തണം എന്നുള്ള ആശയത്തിലേക്ക് അള്ളാഹുവിനോട് സഹായത്തെ ചോദിക്കണമെന്ന്. ഇതും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന്റെ നേട്ടങ്ങളാണ്. 5ാമത്തെ നേട്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാനും ആ ദിക്ർ ചെയ്യാനും അള്ളാഹുവിനോട് സഹായം ചോദിക്കണം എന്നുള്ളത്. അടുത്ത വരിയിൽ ഷെയ്ഖ് പറയുന്നു, വഔസാ ലിശഖ്സിൻ ഖദ് അതാ ലിനസീഹത്തിൻ وقد كان في حمل الشرائح يجهد. وأوصى لشخص, ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. ഖദ് അതാ ലിനസീഹത്തിൻ, നസീഹത്ത് ചോദിച്ചുകൊണ്ട് വന്നത്, ഉപദേശം ചോദിച്ചുകൊണ്ട് വന്ന ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഉപദേശിച്ചു. എന്താണ് ഉപദേശം ചോദിച്ചതെന്ന് വെച്ചാൽ വഖദ് കാന ഫീ ഹംലി ശറാഇഹി യജ്ഹദു, ശരീഅത്തിന്റെ നിയമങ്ങൾ എനിക്ക് വലിയ ഭാരമായിട്ട് വന്നിട്ടുണ്ട്. ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കസുറത് അലയ്യ ഫഅഖ്ബർനി ബിശൈഇൻ അതശബ്ബത് ബിഹ്. റസൂലുള്ളാഹി, ഇസ്ലാമിന്റെ ശറഅകൾ എനിക്ക് വലിയ ഭാരമായി മാറിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കാര്യം പഠിച്ചു തരണം, പിന്നെ അതിനോട് യോജിക്കുന്ന രീതിയിലുള്ളത്. ഇതുകൊണ്ട് ഉദ്ദേശം എനിക്ക് നിസ്കരിക്കാനും ഇതാക്കാനും ബുദ്ധിമുട്ടാണ് എന്നുള്ളതല്ല. അതായത് എനിക്ക് ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുന്നില്ല, അതിനൊരു കഴിവ് ലഭിക്കുന്നില്ല, അതിനെനിക്ക് സാധിക്കുന്നില്ല, ഞാൻ വളരെ ദുർബലനായി പോകുന്നു എന്നുള്ള അവസ്ഥ, അത് മാറാൻ ഒരു വഴി പറഞ്ഞു തരണം. പലപ്പോഴും നമുക്കൊക്കെ തോന്നാറുണ്ട്, പലപ്പോഴും പല ഇബാദത്തുകളും ചെയ്യാൻ നമുക്കൊരു തൗഫീഖ് ലഭിക്കാത്ത പോലെ നാം ദുർബലനായി പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ സമയത്ത് ഈ വ്യക്തി വന്ന് ചോദിക്കുന്ന അതാണ്, എനിക്ക് പറ്റുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഷെയ്ഖ് ഇതിന്റെ ബൈത്തിൽ പറയുന്നു, ബി അല്ലാ യസാലു റത്ബൻ ലിസാനുക ഹാദിഹി തുഈനു അലാ കുല്ലിൽ ഉമൂരി വതുസ്ഇദു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താ അറിയോ? ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നിന്റെ നാവ് എപ്പോഴും നനഞ്ഞിരിക്കട്ടെ, എപ്പോഴും അള്ളാഹിന്റെ ദിക്ർ കൊണ്ട് നിന്റെ നാവ് ആയിരിക്കട്ടെ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം എളുപ്പമായി കിട്ടുകയും അതെല്ലാം ഭാരം കുറഞ്ഞ രീതിയിലാവുകയും ഒക്കെ നിങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി തരുകയും ചെയ്യും. ദിക്റുള്ള കൊണ്ട് സഹോദരങ്ങളെ ഉലമാക്കൾ പറയും, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പോലെയുള്ളവരൊക്കെ പറയും, ദിക്റുള്ള എന്നുള്ളത് മനസ്സിന്റെ ഖുവ്വത്ത് മാത്രമല്ല, ശരീരത്തിന്റെ ഖുവ്വത്തിനും ദിക്റുള്ള ഉപകാരപ്പെടും. നാം ദുർബലമായി പോകുന്ന ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റാതെ കാരണം അല്ലാഹുവിനെ കുറിച്ച് ദിക്ർ കൊണ്ട് ശരീരത്തിന് ഖുവ്വത്ത് ഉണ്ടാകും. മഹത്തായ സംഭവമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി, തന്റെ ജോലികൾ ബുദ്ധിമുട്ടായപ്പോ
വീട്ടുജോലികളെല്ലാം ബുദ്ധിമുട്ടായി ആകെ കഷ്ടപ്പാടായപ്പോ റസൂലുള്ളാഹിക്ക് അടിമകളെ കിട്ടിയിട്ടുണ്ട് യുദ്ധത്തിന് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചു, പിന്നെ ഉപ്പയാണല്ലോ റസൂലുള്ളാഹ്, എനിക്കൊരു അടിമയെ തരണം. അപ്പൊ പറഞ്ഞു റസൂലുള്ളാഹ് തരാൻ പറ്റൂല, ഒരുപാട് ആളുകൾക്ക് എന്നാ കൊടുക്കണം, മോൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റൂല. അങ്ങനെ പോയി രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക്, അഥവാ ഫാത്തിമ ബീവിയുടെ തന്റെ മകളുടെയും ഭർത്താവിന്റെയും അടുത്തേക്ക് ചെന്നു. എന്നിട്ട് രണ്ടുപേരുടെയും നടുവിൽ ഇരുന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ചോദിച്ചതിനേക്കാൾ ഉത്തമമായൊരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്നിട്ട് പറഞ്ഞു, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ നിങ്ങൾ ചെല്ലണം എന്നുള്ളത്. അങ്ങനെ അത് ചെല്ലാൻ തുടങ്ങി. എന്നിട്ട് ആയിഷ ഫാത്തിമ ബീവി പറയുന്നുണ്ട്, പിന്നീട് എന്റെ ജോലികൾ എനിക്കൊരു ഭാരമായിട്ട് മാറിയതേയില്ല, അത് എളുപ്പമായിരുന്നു. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബുദ്ധിയുടെ പ്രശ്നമാണ്. വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല, അതിന് നമ്മുടെ ബുദ്ധിയുടെ പ്രശ്നമാണ്. വല്ലാഹി ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ പിറ്റേന്ന് ദിവസം നമുക്ക് ഇബാദത്ത് ചെയ്യാൻ, നമ്മുടെ ജോലി ചെയ്യാൻ പ്രത്യേക ഒരു ഉണർവ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്നത് ഇഖ്ലാസോടും സിദ്ഖോടും കൂടിയുമാണെങ്കിൽ. അലി റളിയല്ലാഹു അൻഹു ജമൽ സിഫീൻ യുദ്ധങ്ങൾക്ക് രാത്രിയിൽ ഏറ്റവും മാനസികമായി സംഘർഷപ്പെടുന്ന ആ സമയത്ത് വരെ രാത്രികളിൽ ഇത് ഒഴിവാക്കാറില്ലായിരുന്നു. ശീലമാക്കണം നമ്മുടെ ജീവിതത്തിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ അദ്കാറുകൾ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് അല്ലാഹു ഈ ദിക്ർ ചൊല്ലി ഇറങ്ങുന്നവന് പ്രത്യേകമായ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കും. അവന്റെ ഖുവത്ത്, അവന്റെ കഴിവ്, അല്ലാഹു തആല അവന് തൗഫീഖ്, അല്ലാഹു തആലയുടെ ഒരു സംരക്ഷണം, എല്ലാ മേഖലയിലും ഒരു സഹായം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ആറാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ വർദ്ധിക്കുന്നതോടുകൂടി ഇബാദത്തുകളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് എളുപ്പമായിട്ട് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്നുള്ളത് അത് ഓർമ്മിക്കുക. അപ്പൊ നമ്മൾ 6 വിഷയങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്നാമത്തേത് ഫവായിദ് ദിക്റിൽ ഒന്നാമത്തേത് നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും അത് അകറ്റുമെന്നുള്ളത്. രണ്ടാമത്തേത് നമുക്ക് നന്മകൾ കൊണ്ടുവന്ന് തരുമെന്നുള്ളത്. മൂന്നാമത്തേത് ശൈത്താനെ അകറ്റുമെന്നുള്ളത്. നാലാമത്തേത് മുൻകടന്നവരിൽ ഉൾപ്പെടാൻ പറ്റുമെന്നുള്ളത്. അഞ്ചാമത്തേത് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുമെന്നുള്ളത്, അള്ളാഹുവിന്റെ സഹായം ചോദിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ആറാമത്തേത് നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടും ദിക്ർ കൊണ്ട് എന്നുള്ളത്. അടുത്ത വരിയിൽ ഷെയ്ഖ് പറഞ്ഞു, വഅഖ്ബറ അന്ന ദിക്റ ഗർസുൻ ലിഅഹ്ലിഹി ബിജന്നാത്തിൻ അദിൻ വൽ മസാകിൻ തുംഹദു. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, അന്ന ദിക്റ ഗർസുൻ ലിഅഹ്ലിഹി ബിജന്നാത്തി അദിൻ വൽ മസാകിൻ തുംഹദു. നമുക്കുള്ള കാലാകാലമായിട്ടുള്ള നമ്മുടെ ഭവനമായ സ്വർഗത്തിൽ അവിടെയുള്ള ചെടികളാണ് എന്ത് ദിക്റുല്ലാ എന്നുള്ളത്, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുക എന്നുള്ളത്. ഖർസുൻ ലി ജന്ന, സ്വർഗത്തിന്റെ ചെടികൾ. അതൊരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖീതു ഇബ്രാഹീമ ലൈലത ഉസ്രി ബി. ഇസ്രാ മിറാജ് രാത്രിയിൽ ഞാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു, എന്റെ ഉപ്പയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു. ഫഖാല, അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്രി ഉമ്മതക മിന്നി അസ്സലാം, നിന്റെ ഉമ്മത്തിനോട് എന്നിൽ നിന്നുള്ള സലാം നീ അറിയിക്കണമെന്ന് പറഞ്ഞു, എന്നിൽ നിന്നുള്ള സലാം എന്നറിയിക്കണമെന്ന് പറഞ്ഞു. വഅഖ്ബിർഹും അന്നൽ ജന്നത ത്വയ്യിബതു തുർബ അദ്ബത്തുൽ മാ, നീ അറിയിച്ചു കൊടുക്കണം സ്വർഗത്തിൽ നല്ല ശുദ്ധമായ ഭൂമിയും അതുപോലെ തന്നെ പരിശുദ്ധമായ വെള്ളവുമുണ്ട്. വഅന്നഹ ഖീആൻ, അവിടെ ഇങ്ങനെ തോട്ടങ്ങൾ പോലെ ഭൂമികളുണ്ട്, ഭൂമിയുള്ള സ്ഥലങ്ങളുണ്ട്. വഅന്ന ഖിറാസഹ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അതിലെ ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവയൊക്കെയാണ്. അതായത് ഒരടിമ എത്രത്തോളം അവിടുത്തെ ചെടികളൊക്കെ നമ്മുടെ നമസ്കാരം ദിക്റാണ്, നോമ്പ് ദിക്റാണ്, അതൊക്കെ അവിടെ നമുക്ക് വേണ്ടി ചെടികളും തോട്ടങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ചെടികൾ നാം ഇപ്പോൾ ചെല്ലുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നിവയൊക്കെ നമുക്ക് സ്വർഗത്തിൽ ഓരോ ചെടികളായി മുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ എന്തൊക്കെ വിഭവങ്ങൾ, എന്തൊക്കെ കായ്ക്കനികൾ നമ്മുടെ ചിന്തയിലെത്തൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആല എന്ന് ഉദ്ധരിച്ച് അല്ലാഹു തആല പറഞ്ഞു, അഅദത്തു ലിഇബാദി അസ്സാലിഹീൻ, സ്വാലിഹായ എന്റെ അടിമകൾക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. മാലാ ഐനും റഅത് വലാ ഉദുനും സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ,
ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സും ചിന്തിച്ചാൽ എത്താത്ത അത്ര കാര്യങ്ങൾ, സാധനങ്ങൾ ഞാൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ സ്വർഗത്തിലെ ചെടികൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ, നമ്മൾ എത്ര ദിക്റ് നമ്മുടെ ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ഒരുക്കുന്നുവോ, ഇത് നാളെ സ്വർഗത്തിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ തോട്ടം എത്ര വലുതാവണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നാം ഓരോരുത്തരുമാണ്. നമുക്ക് എത്ര വിഭവങ്ങൾ അവിടെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നാം ചെയ്യുന്ന അമാലുകൾക്ക് അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നാം ആ ദിക്റിൽ ധാരാളമായി വർദ്ധിപ്പിക്കുക. അതുപോലെ അപ്പൊ 7ാമത്തെ വിഷയം പറഞ്ഞത് സ്വർഗത്തിലെ ചെടികളാണ് എന്നുള്ളത്. അടുത്തത് പറഞ്ഞു وأخبر أن الله يذكر عبده ومعه على كل الأمور يسدد. وأخبر എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, أن الله يذكر عبده, ആരാണോ അള്ളാഹുവിനെ ഓർക്കുന്നത് അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയും ഓർക്കും. വമഅഹു അലാ കുല്ലിൽ ഉമൂരി യുസദ്ദിദു, അവന്റെ എല്ലാ കാര്യങ്ങളിലും അവനോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. അവനോടൊപ്പം അള്ളാഹുവിന്റെ മഅയ്യത്ത് കഴിഞ്ഞ ദിവസത്തിൽ നാം പറഞ്ഞ വിഷയമാണ്. അള്ളാഹുവിന്റെ ദിക്ർ. സലഫുകളിൽ ചിലർ പറയുമായിരുന്നു, എന്നെ എപ്പോഴാണ് അള്ളാഹു ഓർക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ ചോദിച്ചു, അതെങ്ങനെ അറിയാം? അപ്പൊ അവര് ഓതും, അള്ളാഹു തആല പറഞ്ഞിട്ടില്ലേ, ഫദ്കുറൂനി അദ്കുറുക്കും, ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എപ്പോഴാണോ എന്നെ ഓർക്കുന്നത് അപ്പോഴൊക്കെ നിങ്ങളെ ഓർക്കും. ആ ആയത്തിനെ ഒരു മനസ്സിലാക്കി തരികയാണ്. അപ്പോ നമ്മൾ എപ്പോഴൊക്കെ അള്ളാഹു ഓർക്കുന്നതോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഓർക്കുന്ന അവസ്ഥ അപ്പോഴാണ് ഉണ്ടാവുക. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഹദീസ് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നത്, മൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സിഹി വമൻ ദക്കറനി ഫീ മലഇൻ മിനൻ നാസ് ദക്കർതുഹു ഫീ മലഇൻ അക്സറു മിൻഹും വഅത്യബ്. ആരാണോ എന്നെ ഓർക്കുന്നത് അവന്റെ സ്വന്തത്തിൽ, ഞാൻ അവനെ കുറിച്ച് എന്റെ സ്വന്തത്തിലും ഓർക്കും. അതുപോലെ ആരാണോ ഒരു ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ ഓർക്കുന്നത് അതിനേക്കാൾ ഉത്തമമായ കൂട്ടത്തിൽ ഞാൻ അവനെ കുറിച്ച് ഓർക്കും. അതുപോലെ തന്നെ എവിടെയൊക്കെ അവന് അള്ളാഹു തആലയെ ഒരു അടിമ ഓർക്കുന്നുവോ അവനോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. അള്ളാഹു തആല പറഞ്ഞു, അന മഅ അബ്ദി, ഹദീസാണ്, ഖുദ്സിയ ഹദീസ്, അന മഅ അബ്ദി മാ ദക്കറനി വതഹറകത് ബിഹി ശഫത, ഞാൻ എന്റെ അടിമ അവന്റെ ചുണ്ടുകൊണ്ട് എന്നെ ഓർക്കുമ്പോഴെല്ലാം, ആ ദിക്ർ ചൊല്ലുമ്പോഴേക്കാം എല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളത്. അള്ളാഹുവിന്റെ മഅയ്യത്ത് 8ാമത്തെ വിഷയം, അല്ല 9ാമത്തെ വിഷയം. 8ാമത്തേത് അടിമയെ, അള്ളാഹുവിനെ ഓർക്കുന്ന അടിമയെ അള്ളാഹു ഓർക്കുമെന്നുള്ളത്. 9ാമത്തേത് അള്ളാഹുവിനെ ഓർക്കുന്നവന്റെ കൂടെ അള്ളാഹു തആല അവനോടൊപ്പം ഉണ്ടാകുമെന്നുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാക്കി തരുന്നുണ്ട്. പക്ഷേ നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് നേരിട്ട് കാണാനോ അറിയാനോ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട്ടു പോകുമ്പോ, നാളെ പരലോകത്തിലെത്തുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അള്ളാഹുവിനെ ഓർക്കുന്ന ചില ഹദീസുകൾ, അത് വഈഫാണെന്ന അഭിപ്രായമുണ്ട്. ഒരടിമ നാളെ പരലോകത്തിൽ ദുഃഖിക്കും, അവൻ വിരല് കടിക്കും. സ്വഹീഹായിട്ടും വൈഫായിട്ടും വന്നിട്ടാണ് എന്റെ അറിവ്, ഓർമ്മ. അവൻ വിഷമിക്കും. എന്ത് വിഷയത്തിൽ? അള്ളാഹുവിനെ ഞാൻ ഓർക്കാതെ പോയ സമയങ്ങളെ ആലോചിച്ച്. ആശയത്തിൽ ശരിയാണ്. അള്ളാഹുവിനെ ഓർക്കാതെ പോയ സമയത്തെ ആലോചിച്ച് നാളെ പരലോകത്തിൽ ഓരോ അടിമകളും ദുഃഖിക്കുന്ന, വിഷമിക്കുന്ന, നിരാശപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും. ദിക്റുള്ളയും ഇൽമും ഇൽമു നാടലും അല്ലാതെ ബാക്കിയെല്ലാം എന്റെ ദുനിയാവിൽ വച്ച് പറഞ്ഞു, അദ്ദുനിയ മൽഊനുൻ മൽഊനും മാ ഫീഹാ, ശപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്ർ എന്നുള്ളത് ഗൗരവത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത ബൈത്ത്, وأخبر أن الذكر يبقى بجنة وينقطع التكليف حين يخلد. وأخبر رسول الله صلى الله عليه وسلم أن الذكر يبقى بجنة, സ്വർഗത്തിൽ ബാക്കിയാവുന്ന കാര്യമാണ് ദിക്ർ എന്നുള്ളത്. وينقطع التكليف حين يخلد, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം നിന്നു. നമസ്കരിക്കൽ, നോമ്പ് നോൽക്കൽ, അത് സക്കാത്ത് കൊടുക്കൽ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? സ്വർഗത്തിൽ നമ്മൾ നമസ്കരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നത് ഉണ്ടാകുമായിരിക്കാം, പക്ഷെ അതെന്താണ്? നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയല്ല. അള്ളാഹുവിന് ഇഷ്ടം കൊണ്ടായിരിക്കാം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ഒരു അവസ്ഥ, അതായത് സ്നേഹം കൊണ്ടുള്ള അവസ്ഥ. പക്ഷെ നമ്മുടെ മേൽ നിർബന്ധിക്കപ്പെട്ട, ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയായിട്ട് ഒരു അമലും സ്വർഗത്തിലില്ല. നമ്മളോട് ചോദ്യം ചെയ്യൽ, എന്താ ചെയ്ത് അങ്ങനൊരു ചോദ്യമുള്ള ഒരു കാര്യമില്ല. എന്നാൽ അവിടെയും ബാക്കിയാവുന്ന കാര്യം ദിക്റുള്ളതാണ്. ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു സുംറത്തിൻ തലിജുൽ ജന്ന സൂറത്തുഹും അലാ സൂറത്തിൽ ഖമറി ലൈലത്തുൽ ബദർ. നാളെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒന്നാമത്തെ കൂട്ടം, അവരുടെ രൂപം എന്ന് പറഞ്ഞാൽ
പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ, നമ്മൾ മലയാളത്തിൽ 14 രാവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ, അന്ന് ചന്ദ്രനെ, അതായത് ഖമറിനെ കാണാൻ എത്ര ഭംഗിയുണ്ടാവും, വളരെ മനോഹരമായിരിക്കും. അത്ര ആ ഒരു രൂപത്തിൽ, അത്ര സൗന്ദര്യത്തിലായിരിക്കും ആദ്യത്തെ കൂട്ടം ആളുകൾ വരുന്നത്. യുസബ്ബിഹൂന അല്ലാഹ ബുക്റതൻ വഅശിയ്യ, അവര് കൃത്യമായ സമയങ്ങളിൽ, രാവിലെയും വൈകുന്നേരം, അവിടെ രാത്രിയാവുന്ന ഒരു അവസ്ഥയില്ല, പക്ഷെ കൃത്യമായ സമയങ്ങളിൽ അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നവരായിരിക്കും. അള്ളാഹുവിനെ തസ്ബീഹ്, ഇതെന്തല്ല നമ്മുടെ മേലെ നിർബന്ധമോ നമ്മുടെ മേലെ ബാധ്യതയോ ഒന്നുമല്ല, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട്. സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ ആദ്യം പറയുന്ന വാക്കെന്താണ്? വഖാലുൽ ഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സ്തുതി. ഏത് അല്ലാഹുവിന്? നമുക്ക് ഹിദായത്ത്, ഈ സ്വർഗത്തിലേക്ക് ഹിദായത്ത് ചെയ്ത അള്ളാഹുവിന് സ്തുതി. ഇതല്ലെങ്കിൽ നമുക്ക് പിന്നെ അള്ളാഹു തആല നമുക്ക് ഹിദായത്ത് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഇവിടെ എത്തില്ലായിരുന്നു എന്നുള്ളത്. നമ്മൾ അൽഹംദുലില്ലാഹ് എന്നാണ് പറയുന്നത് തന്നെ, അൽഹംദുലില്ലാഹ് എന്നാണ് പറയുന്നത് തന്നെ. അപ്പൊ സഹോദരങ്ങൾ, അവിടെ ബാക്കിയാവുന്ന, സ്വർഗത്തിൽ ബാക്കിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊരു കാര്യം എന്താണ്? ദുനിയാവിലുള്ള അമലുകളിൽ അത് ദിക്റുള്ളതാണ്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക, അത് ആസ്വദിക്കുന്ന അവസ്ഥയിൽ അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ നമ്മൾ 10 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഒന്നാമത്തേത് പറഞ്ഞു യുസീലു ശഖാ വൽ ഹം, നമ്മുടെ മനോവിഷമങ്ങളും ചിന്തകളും എല്ലാം ഒഴിവായി കിട്ടുമെന്ന്. രണ്ടാമത്തേത് യജ്ലുബുൽ ഖൈറാത്ത്, നന്മകൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നുള്ളത്. മൂന്നാമത്തേത് ശൈത്താനിന്റെ ഷർറിൽ നിന്ന്, വസ്വാസിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്നുള്ളത്. നാലാമത്തേത് മുൻകടന്ന ആളുകളായി മാറാൻ പറ്റും. അഞ്ചാമത്തേത് അള്ളാഹുവിന്റെ സഹായം നേടാനുള്ള ഒരു വഴി. ആറാമത്തേത് നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങൾ, ഇബാദത്തുകളാവട്ടെ അല്ലാത്തവട്ടെ, അതിനെല്ലാം എളുപ്പമാക്കി തരാൻ അത് സാധ്യമാകും. ഏഴാമത്തേത് സ്വർഗത്തിലെ ചെടികളാണ് അള്ളാഹുവിന്റെ ദിക്ർ എന്നുള്ളത്. എട്ടാമത്തേത് അള്ളാഹു തആല അള്ളാഹുവിനെ ഓർക്കുന്നവനെ ഓർക്കുമെന്നുള്ളത്. ഒമ്പതാമത്തേത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവനോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ളത്. പത്താമത്തേത് സ്വർഗത്തിലും ബാക്കിയാവുന്ന ഒരു കാര്യമെന്നുള്ളത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യലാണ്, ദിക്റുള്ളയാണ്. ഇനി അടുത്തത് ഷെയ്ഖ് പറഞ്ഞു, വലൗ ലം യകുൻ ഫീ ദിക്രിഹി ഗൈറ അന്നഹു ത്വരീഖുൻ ഇലാ ഹുബ്ബിൽ ഇലാഹി വ മുർഷിദു. വലൗ ലം യകുൻ ഫീ ദിക്രിഹി ഗൈറ അന്നഹു, ഇനി ഇതൊന്നുമില്ല, ഇപ്പള്ള പറഞ്ഞ കാര്യങ്ങളൊന്നും ദിക്റിന്റെ ഫായിദയായിട്ടില്ല, എന്തൊഴികെ ത്വരീഖുൻ ഇലാ ഹുബ്ബിൽ ഇലാഹി വ മുർഷിദു, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരുന്ന ഒരു വഴിയാണ്, അതുപോലെ അള്ളാഹുവിന്റെ നേർമാർഗം ലഭിക്കുന്ന ഒരു വഴിയാണ് എന്നുള്ളത്. ദിക്റുള്ളതുകൊണ്ട് ഇത് മാത്രം മതിയെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ ലക്ഷണം അള്ളാഹുവിനെ നമ്മൾ ധാരാളമായി ദിക്ർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഖായിദ പറയും, മൻ അഹബ്ബ ശൈഅൻ അക്സറ ദിക്റ, ഒരുത്തനെ എന്താണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് ഏറ്റവും കൂടുതൽ അവൻ സ്മരിക്കുക, ഏറ്റവും കൂടുതൽ അവൻ സംസാരിക്കുക. ഒരുത്തന്റെ ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിൽ തട്ടിയ കാര്യം എന്താണോ അതായിരിക്കും അവന്റെ സംസാരങ്ങളിലെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുക. അവൻ എന്ത് കാര്യത്തിനാണെങ്കിലും പുറത്തു വന്നുകൊണ്ടിരിക്കും. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവനോ അതാണ് അവൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ അള്ളാഹ് നമ്മളെ സ്നേഹിക്കാന്ന അള്ളാഹു തആല പറഞ്ഞു, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അള്ളാഹുവിനെ നാം ഇഷ്ടപ്പെടുന്നു, അള്ളാഹ് നമ്മളെയും സ്നേഹിക്കുന്നു. അത്ഭുതമല്ല അള്ളാഹ് നമ്മളെ സ്നേഹിക്കുന്ന കാര്യം. നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരാൾ സ്വതക്ക കൊടുക്കുകയാണ്. അപ്പോ സ്വതക്ക വാങ്ങുന്ന ആൾക്ക് തന്ന ആളോട് എന്തായാലും ഒരു സ്നേഹം ഉണ്ടാവും, ഒരു ദാനം തന്ന്. ഈ കൊടുക്കുന്ന ആൾക്ക്, ദാനം കൊടുക്കുന്ന ആൾക്ക് മറ്റേ ആളോട് സ്നേഹം ഉണ്ടാവുക പറഞ്ഞാലോ അത്ഭുതമല്ലേ? അള്ളാഹു തആല അവന്റെ ഔദാര്യമൊക്കെ നമുക്ക് തരിക, എന്നിട്ട് അള്ളാഹിന്റെ സ്നേഹവും നമുക്ക് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കാനുള്ള വഴി, സ്നേഹിക്കുന്നതിന്റെ വഴിയാണ് ഇത് എന്നുള്ളത് മാത്രമുണ്ടെങ്കിൽ തന്നെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നത്, അറബിയിൽ ഷർത്ത് എന്ന് പറയും. വലൗലം യകുൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഈ വഴി അള്ളാഹിന്റെ സ്നേഹം നേടാനും, അതുപോലെ തന്നെ വയൻഹൽ ഫതാ അൻ ഗൈബത്തിൻ വനമീമത്തിൻ വഅൻ കുല്ലി ഖൗലിൻ ലിദിയാനതി മുഫ്സിദു, ഒരുത്തനെ സംരക്ഷിക്കുന്ന ഗൈബത്തിൽ നിന്ന്, നമീമത്തിൽ നിന്ന്, പരദൂഷണം, മേശനി പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്ന ഒരു കാര്യം. അതുമാത്രമല്ല, അവന്റെ ദീനിനെ നശിപ്പിക്കുന്ന എന്തൊക്കെ സംസാരങ്ങളുണ്ടോ അതിന്ന് അവനെ സംരക്ഷിക്കുന്ന കാര്യമായി മാത്രം മതി ദിക്റുള്ള. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേണ്ട, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനും നേർമാർഗം ലഭിക്കാനും ഈ ഈബത്തുനിന്ന് നമീമത്തിന് അവന്റെ നാമന്ന് സംരക്ഷിക്കുന്ന എന്ന കാര്യങ്ങൾ മാത്രമായാലും എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അറബി ഭാഷ മലയാളത്തിൽ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ പറഞ്ഞൊരു വിഷയം, ദിക്റുള്ള ഗീബത്തുനിന്നും നമീമത്തുനിന്നും അതുപോലെ അവന്റെ ദീനിനെ നശിപ്പിക്കുന്ന സംസാരങ്ങളിൽ നിന്ന് അവനെ കാത്തു രക്ഷിക്കും. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഏതൊരു അവയവവും
അതിന്റെ പണിയെടുക്കണമെങ്കിൽ, അതിനെ ഏൽപ്പിച്ച ജോലിയിൽ ആ ഹലാലുകളിൽ ആസ്വാദനം കണ്ടെത്തണമെങ്കിൽ ഹറാമുകളിൽ നിന്ന് അത് മാറി നിൽക്കണം. അതായത് ഒരുത്തിന്റെ കൽബിൽ ഈമാൻ തൗഹീദ് കയറണമെങ്കിൽ ശിർക്ക് പരമായിട്ടുള്ള വിശ്വാസം അവിടുന്ന് മാറണം, അതവൻ മാറ്റണം. അതുപോലെ ഒരുത്തന്റെ കണ്ണുകൊണ്ട് അവൻ ഹലാലായതിന്റെ ആസ്വാദനം ആസ്വദിക്കണമെങ്കിൽ, ഒരു ഉദാഹരണത്തിന് അവന്റെ ഭാര്യയുടെ സൗന്ദര്യം അവൻ ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് അവന്റെ കണ്ണിനെ സംരക്ഷിക്കണം. ഹലാലായ കേൾവിയുടെ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ, കേൾക്കുന്നത് ബോധ്യപ്പെടണമെങ്കിൽ ഹറാമായ സംഗീതങ്ങളിൽ നിന്നും മറ്റുള്ള സംസാരങ്ങളിൽ നിന്നും അവന്റെ കാതിനെ ഒഴിവാക്കണം. ഹലാലായ ഇബാദത്തായ ദിക്ർ അവന്റെ നാവിൽ എപ്പോഴും വരണമെങ്കിൽ ഗീബത്തുനിന്നും നമീമത്തുനിന്നും അതിന് മാറ്റി നിൽക്കണം. എന്നാലത് അങ്ങനെ. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിലോ മറ്റേത് ഓട്ടോമാറ്റിക്കലി മാറിയിരിക്കും. ഹലാലിൽ കണ്ണുകൊണ്ട് തൃപ്തി അടയുകയും ഹലാലിൽ കാതുകൊണ്ട് തൃപ്തി അടയുകയും നാവുകൊണ്ട് തൃപ്തി ചെയ്താൽ ആ ഗീബത്തുനിന്ന് നമീമത്തുനിന്ന് അള്ളാന്റെ ദിക്ർ അവനെ സംരക്ഷിക്കും. അത് വലിയൊരു ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ നമ്മുടെ അവയവങ്ങളെ, ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, അതിന് യഥാർത്ഥത്തിൽ എന്താണോ ആവശ്യം അത് നമ്മൾ ചെയ്താൽ മതി. നമ്മൾ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട്, കൽബുകൊണ്ട്, അതിന്റെ യഥാർത്ഥ കൽബ് എന്താ? അള്ളാഹിനെ ദിക്ർ, അള്ളാഹിനെ സ്മരിക്കാനുള്ളതാണ്. നമ്മൾ ബാക്കിയുള്ള മഖ്ലൂക്കുകളെയൊക്കെ സ്മരിച്ചാൽ പിന്നെ അതിനെവിടെ സമയം ഉണ്ടാവുക? അതുകൊണ്ട് നമ്മുടെ കൽബിനെ അസ്വസ്ഥമാക്കുന്ന എന്തൊരു കാര്യത്തിന് അതിന്റെ അകത്ത് കയറ്റരുത്. കൽബിനെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളെ, അള്ളാഹിന്റെ ചിന്തയിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തണം. ഇതിന്റെ അർത്ഥം നമുക്ക് വേറൊന്നും ചെയ്യാതെ അള്ളാഹിന്റെ ദിക്ർ തിരിക്കണം എന്നല്ല സൂഫികൾ പറയുന്നത് പോലെ. കച്ചവടം ചെയ്യാം, പിന്നെ ഭാര്യയുമായി സല്ലപിക്കാം, കുടുംബത്തിൽ സന്തോഷം പങ്കിടാം, കൂട്ടുകാരുമായി സംസാരിക്കാം. പക്ഷെ ആ സമയത്തൊക്കെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ഇല്ലാതെ കച്ചവടം ചെയ്യണ അവസ്ഥ എന്തായിരിക്കും? ഓന് ഹക്കും ബാത്തിലും ഉണ്ടാവും. അള്ളാഹിനെ കുറിച്ച് ഓർമ്മയില്ലാതെ ഭാര്യയുമായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ അവൻ അള്ളാഹിനെ കുറിച്ച് പിന്നെ ചിന്തിക്കാൻ സമയം ഉണ്ടാവും. അവൻ അതിൽ മാത്രം മുഴുകിയിട്ട് നിൽക്കൂലേ? അതാണ് ജീവിതം എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോന്നിനും ആവശ്യമായ കാര്യങ്ങൾ നാം കൊടുക്കണം. അപ്പോൾ ഈ ഷേഖ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലിപ്പോ 11ാമത്തെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരുന്ന കാര്യമാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. 12ാമത്തെ കാര്യം, അവസാനത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗീബത്തുകളിൽ നിന്നും നമീമത്തുകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന കാര്യവുമാണ്. ഷേഖ് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നുമല്ല, ഈ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിത്തരുന്നതും അതുപോലെ തന്നെ ദീനിനെ നശിപ്പിക്കുന്ന മറ്റുള്ള എല്ലാത്തിനും സംരക്ഷിക്കുന്നു എന്നതിലായാൽ തന്നെ, എന്നിട്ട് അദ്ദേഹം അതിന്റെ ജവാബായിട്ട് പറയാണ്, ജവാബ് ഷർത്ത് എന്ന് പറയും, ലകാന ലനാ ഹബ്ബുൻ അളീമുൻ വറഗ്ബത്തുൻ ബികസ്റതി ദിക്രില്ലാഹ് നിഅമൽ മുവഹ്ഹദു. അത് തന്നെ മതി നമുക്ക് വലിയ ഭാഗ്യമായിട്ട്. ഇത് തന്നെ ഈ അവസാനം പറഞ്ഞത്, അതായത് എല്ലാം ഉണ്ട്, അവസാനം പറഞ്ഞത് മാത്രമാണെങ്കിൽ തന്നെ നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹവും ഭാഗ്യവുമാണത്. അള്ളാഹു തആലയിൽ നിന്ന് ലഭിക്കുന്ന, ഏകനാക്കപ്പെടുന്ന അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന, ദിക്ർ വർദ്ധിപ്പിക്കുന്ന ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. എന്നിട്ട് ഷേഖ് അവസാനത്തെ ബൈത്ത് പറയാണ്, വലാകിന്നന, പക്ഷെ നമ്മൾ, മിൻ ജഹ്ലിന, നമ്മുടെ ജഹ്ല് കാരണം, ഖല്ല ദിക്റുന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യൽ വളരെ കുറവാണ്. നമ്മുടെ ജഹ്ല് കാരണം. ഏതുപോലെ? കമാ ഖല്ല മിന്നാലിൽ ഇലാഹി അതഅബ്ബുദു, നമ്മൾ നമ്മുടെ ഇലാഹിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നമ്മുടെ കുറവ് പോലെ. അതായത് നമ്മ ഓരോരുത്തരും സൃഷ്ടിച്ചത് എന്തിനാണ്? നമ്മെ സൃഷ്ടിച്ചത് എന്തിനാണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നാൽ ആ വിഷയം മനസ്സിൽ ശ്രദ്ധിച്ച് നമ്മൾ എത്രത്തോളം കുറവ് വരുത്തുന്നോ, നമ്മുടെ അശ്രദ്ധമായിട്ട് എത്രത്തോളം നടക്കുന്നു, അതുപോലെ ഇതുപോലെ ഒരുപാട് മഹത്തരമായ ഫായിദകൾ ഉണ്ടായിട്ടും നമ്മൾ നമ്മുടെ ജഹ്ല് കാരണം, അതിന്റെ മഹത്വവും ഗൗരവവും നമുക്ക് ബോധ്യപ്പെടാത്തത് കാരണം, നമുക്ക് മനസ്സിലാവാതെ ബോധ്യപ്പെടാത്തത് കാരണം നമ്മൾ അതില് കുറവായിരിക്കുന്നതാണ് അള്ളാഹിനെ കുറിച്ച് ദിക്ർ. സഹോദരങ്ങളെ, നമ്മൾ ഒന്ന് ജീവിതത്തിൽ ഒന്ന് ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ച് തന്ന അദ്കാർ, രാവിലെ എഴുന്നേറ്റത് മുതലുള്ള അദ്കാറുകൾ, രാത്രി ഉറങ്ങുന്നവരെയുള്ള അദ്കാറുകൾ ഒരുപാടുണ്ട്. നമുക്ക് സാധിക്കുന്ന ചെറുതെങ്കിൽ ചെറുത് അത് ശീലമായിട്ട് പിന്നെ ഓരോന്നായിട്ട് പഠിച്ച് ഓരോ സംഭവത്തിലും നമുക്ക് അള്ളാഹിനെ ഓർക്കാതിരിക്കാൻ ഒരു സമയം കിട്ടൂല. നമ്മൾ ഏത് സമയത്തും നമുക്ക് ഓർക്കാൻ പറ്റും. നമസ്കാരത്തിന് ശേഷമുള്ളത്, അതിൽ പ്രത്യേകമായിട്ട് രാവിലെയും വൈകുന്നേരവും രാത്രി കിടക്കുന്നതിന് മുമ്പുള്ളതും. ഉലമാക്കൾ പറയും, അദ്ദാക്കിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും എന്നുള്ളതിൽ ഉൾപ്പെടാനുള്ള വഴി എന്താണെന്ന് പറയുന്നത് അറിയോ? പിന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാർ, രാത്രി കിടക്കുന്നതിന് മുമ്പുള്ള അദ്കാർ, അതുപോലെ തന്നെ രാത്രി നമസ്കരിക്കുന്നവർ, ഇവരാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾ. ധാരാളമായി ഓർക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ് ഇത് മുടങ്ങാതെ ഉണ്ടാവുക എന്നുള്ളത്. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നാം 12 ഫായിദകൾ ഈ ബൈത്തുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്, ഈ ഇമാം സഅദി റഹിമഹുള്ളയുടെ ഈ കവിതയിൽ നിന്ന് 12 എണ്ണം മാത്രമല്ല, പ്രധാനപ്പെട്ട ഹദീസുകളിൽ വന്ന ചില കാര്യങ്ങളെ 12 എണ്ണം എണ്ണി പറഞ്ഞു എന്ന് മാത്രം. അതൊന്നുകൂടി പറയുകയാണ്. ഒന്നാമത്തേത് പറഞ്ഞത്,
നമ്മുടെ ദുഃഖം, വിഷമം, സങ്കടം, മനോവിഷമം, ടെൻഷൻ, ഇതിനുള്ള പരിഹാരം തേടി എത്രയോ ആളുകൾ കൽബിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ ആളുകൾ മാനസികമായിട്ടുള്ള രോഗങ്ങളെ ബാധിച്ച് ഇത് തുടങ്ങുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഭാവിയിൽ രക്ഷപ്പെടാം. മനോരോഗ വിദഗ്ധരായ ഡോക്ടർമാരുടെ അടുക്കിലേക്ക് പോയി ചികിത്സ തേടുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ കൊണ്ടേ കൽബിൽ സമാധാനം കണ്ടെത്താൻ പറ്റും. രണ്ടാമത്തേത് നന്മകൾ കൊണ്ടുവന്നു വരും. ദുനിയാവിലെയും പരലോകത്തിലെയും നന്മകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനുള്ള മാർഗം എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിന്റെ ആധിക്യമാണ്. മൂന്നാമത്തേത് ശൈത്താനെ അകറ്റി നിർത്തുമെന്നുള്ളത്. പിശാച്, നാം പറഞ്ഞല്ലോ, നമ്മോട് കാരുണ്യം കാണിക്കാത്ത ഒരു അംശം പോലും, നമുക്കൊരു എത്ര വലിയൊരു വസ്തുവിനോട് ഒരു അംശ കാരുണ്യം ഉണ്ടാവില്ല മനുഷ്യര്, എന്നാൽ ശൈത്താന് നമ്മളോട് ഒരംശം കാരുണ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം ശൈത്താനെ പറ്റിയിട്ട്. എങ്ങനെ ഒന്നോ രക്ഷപ്പെട്ടോട്ടെ എന്നൊരു തോന്നലുണ്ടാവില്ല, പാവല്ലേന്ന്, അതിന്റെ ഒരു അംശം പോലും ശൈത്താൻ ഉണ്ടാവില്ല. ആ ശൈത്താനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടേ സാധിക്കുകയുള്ളൂ. നാലാമത്തേത് അസ്സാബിഖൂൻ, സ്വർഗത്തിലേക്ക്, പരലോകത്തിലേക്ക്, അള്ളാഹുലേക്ക് മുൻകടന്നവർ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരാണ്. അഞ്ചാമത്തേത് ഔനില്ല, അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ, അള്ളാഹുവിന്റെ സഹായം തേടാൻ പ്രത്യേകം തേടേണ്ട വിഷയമാണ് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ. അത് നമസ്കാരത്തിന് ശേഷം ശീലമാക്കുക. അതുപോലെ തന്നെ ആറാമത്തെ വിഷയം, നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിട്ടുള്ള ജോലികളുണ്ടോ, നമ്മുടെ ഇബാദത്തുകളാവട്ടെ, നമ്മുടെ മറ്റു ജോലികളാവട്ടെ, ശരീരത്തിനും മനസ്സിനും ഖുവ്വത്ത് വേണോ, അത് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് ലഭിക്കും. അത് നമ്മൾ പറഞ്ഞതാണ്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെല്ലേണ്ട ദിക്റുകൾ, അത് നമ്മൾ ശീലമാക്കുക. ശീലമില്ലാത്തവർ ഇന്നോട് തീരുമാനിക്കുക, ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ രാത്രി 33 സുബ്ഹാനല്ലാഹി, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ ചൊല്ലിയിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ എന്ന് ശീലമില്ലാത്തവർ ഇന്നോട് തീരുമാനിക്കുക. ശീലമുള്ളവർ നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഏഴാമത്തേത് അന്നഹു ഖിറാസുൽ ജന്ന, സ്വർഗത്തിലെ ചെടികൾ. സ്വർഗത്തിലെ ഭൂമിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മത്തിനെ അറിയിക്കാൻ പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഓരോരുത്തരെ അറിയിക്കാൻ, നമ്മുടെ ഉപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലുല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ച കാര്യമാണ് നമ്മെ അറിയിക്കാൻ. എന്ത്? ഒരു സലാം പറഞ്ഞു. ആ സ്വർഗത്തിൽ അവിടെ ഉണ്ട് ചെടികൾ, അവിടുത്തെ ചെടികൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ചെല്ലിയാൽ നമുക്ക് നാളെ അവിടെ ചെന്ന് കാണാൻ പറ്റും. എട്ടാമത്തെ വിഷയം, അന്നല്ലാഹു യദ്കുറു അബ്ദഹു ദാക്കിർ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന അടിമയെ അള്ളാഹു തആലയും ഓർക്കും. അപ്പൊ അള്ളാഹു തആല നമ്മൾ ഓർക്കണം, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിനെ കുറിച്ച് ധാരാളമായി ദിക്ർ. അള്ളാഹു തആല ഓർക്കുന്നതിനെ സംബന്ധിച്ച് വേറെ എന്താ പേടിക്കാനുള്ളത്? അതുപോലെ ഒമ്പതാമത്തെ വിഷയം, അള്ളാഹു തആല അള്ളാഹുവിനെ ഓർക്കുന്നവന്റെ കൂടെയുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞ വിഷയം മഅയ്യത്ത്, അള്ളാഹു തആല സംരക്ഷിച്ചുകൊണ്ടും നേർമാർഗം കാണിച്ചുകൊണ്ടും തൗഫീഖ് നൽകിക്കൊണ്ടും അവനോടൊപ്പം ഉണ്ടാകും. പത്താമത്തേത്, സ്വർഗത്തിലും ബാക്കിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ദിക്റുള്ളയാണ്. സ്വർഗത്തിലും ബാക്കിയാവുന്ന ഒരു കർമ്മം എന്നുള്ള നിലക്കുള്ളത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ആണ്. പിന്നെ 11ാമത്തെ വിഷയം, അള്ളാഹുവിന്റെ സ്നേഹം നേടിത്തരാൻ, അള്ളാഹുവിന്റെ സ്നേഹം നേടാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ ലക്ഷണവുമാണ് മനഹബ്ബ ശൈഅൻ അക്സറ ദിക്റ. ഒന്ന് സ്വയം പരിശോധിക്കുക, നമ്മുടെ ഖൽബ് ഏറ്റവും അധികം ഓർക്കുന്നത് ആരെയാണ്? അതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ എന്താണോ സ്നേഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മുടെ ഖൽബിൽ എന്താണോ തട്ടിയിട്ടുള്ളത്, ചിലർക്ക് ജോലിയാവാം, ചിലർക്ക് ചില സ്ത്രീകളാവാം, ചിലർക്ക് ചില സ്ഥാനമാനങ്ങളാവാം, ചിലർക്ക് രാഷ്ട്രീയമാവാം, ചിലർക്ക് സമ്പത്താവാം. ഓരോരുത്തർക്കും എന്താണോ ഖൽബിൽ ഏറ്റവും അധികം തട്ടിയിട്ടുള്ളത്, അവരതിനെക്കുറിച്ച് ഏറ്റവും അധികം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക. ഖൽബിന്റെ അളവുകോലാണ് നാവ് എന്നുള്ളത്. അവരുടെ നാവ് കൊണ്ട് അതേ പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ അള്ളാഹുവിനെ ധാരാളമായി സ്നേഹം ലഭിക്കാൻ ഉള്ള മാർഗമാണ്. 12ാമത്തേത്, നമ്മുടെ നാവിനെ ഗീബത്തിൽ നിന്നും നമീമത്തിൽ നിന്നും നമ്മുടെ ദീനിനെ നശിപ്പിക്കുന്ന മ്ലേച്ഛമായ മറ്റുള്ള സംസാരങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് ദിക്റുല്ലാഹ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലയിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിലനിർത്താനും അത് വർദ്ധിപ്പിക്കാനും കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ദിക്റുല്ലാഹിയുടെ ഫായിദകൾ ഇതുകൊണ്ട് നിൽക്കുന്നില്ല, ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇമാം സഅദിയുടെ ഒരു ബൈത്ത് എടുത്തു, അതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് വിശാലമായി പറയേണ്ട വിഷയമാണത്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമുക്ക് ഓരോ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. അള്ളാഹു തആല കൂടുതൽ അറിയാനും അള്ളാഹുവിനെ ധാരാളം ദിക്ർ ചെയ്യാനും അങ്ങനെ അള്ളാഹുവിനെ നാളെ പരലോകത്ത് നോക്കിക്കാണുന്ന ഇഹ്സാൻ ചെയ്യുന്ന അടിമകളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ غفور رحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله، الصلاة والسلام على رسول الله. السلام عليكم ورحمة الله وبركاته.